പ്രിയപ്പെട്ടവരെ, ഈ സമസ്തക്കാർ പറയുന്ന ഈ CM വലിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില മുസ്ലിയാക്കന്മാർ അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നും അതുപോലെ പല തള്ളു കറാമത്തുകളും അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സമസ്തക്കാർ എന്നെ അവരുടെ ബുക്കിൽ എഴുതി വെച്ചത് നമുക്കൊന്ന് നോക്കാം, അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിനു മുൻപ് സമസ്ത മുസ്ലിയാക്കന്മാർ എന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കുറച്ച് തള്ളുകൾ നമുക്ക് എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവന്റെ തന്നെയാണ് പടച്ചവൻ തന്നെയാണെന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപകം എന്നോവർ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവരുടെ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. എന്ത് കാര്യം വേണ്ടിയില്ല, സാമ്പത്തിക കാര്യം വേണ്ടിയില്ല, ശാരീരിക കാര്യം വേണ്ടിയില്ല, മാനസിക കാര്യം വേണ്ടിയില്ല, എന്ത് കാര്യം ഇവിടെ വന്ന് പറഞ്ഞാൽ പ്രധാനങ്ങളുടെ കാര്യം യാതൊരു സംശയവുമില്ല. ശൈഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. അതിന് ആർക്കും സംശയം വേണ്ട. സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർകൾ 1-ാം നമ്പർ ഭരണാധികാരി. അവർ തന്നെ പറഞ്ഞു, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്, ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ചണ്ടിച്ചവകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. ആ സ്നേഹം അനുഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹു തന്നെ നേരിട്ട് നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ മുമ്പിൽ വന്നത് കണ്ടില്ലേ സഹോദരന്മാരെ? എത്ര നിസാരായിട്ടാണ് ഈ മുസ്ലിയാക്കന്മാർ ഇത്രയും കുഫ്രൻ വിശ്വാസങ്ങൾ പറയുന്നത് കണ്ടില്ലേ? അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹത്തെ കണ്ടാൽ പഠിച്ചോനാന്ന് വരെ തോന്നിപ്പോകുന്നു, അത്തരത്തിലുള്ള പല വൃത്തികേടുകളും പറയുന്നത് കണ്ടില്ലേ? ഇനി ഈ CM കുറിച്ച് ഇദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കും. CM അടവൂർ മായാത്ത മുദ്രകൾ. കരീക്കി പറമ്പിലെ മമ്മൂട്ടി മുസ്ലിയാരുടെ വീട്ടിൽ വന്നു താമസിച്ചു. പല ആളുകളും അദ്ദേഹത്തെ കാണാൻ വന്നുകൊണ്ടിരുന്നു. റമദാനിലെ പകലിൽ CM കാണാൻ വന്ന പലർക്കും അവർ ചായ നൽകി. CM തന്നതാണെന്ന് കരുതി ചിലർ കുടിച്ചു, മറ്റു ചിലർ നോമ്പാണെന്ന് പറഞ്ഞ് കുടിച്ചില്ല. ഇനി മറ്റൊരു ബുക്കിലുള്ള നോക്കാം. മടവൂർ CM വലിയുള്ളാഹി. മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നുന്ന രീതിയിലായിരുന്നു. ഇക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു. പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു. കാറിൽ മാത്രമായി യാത്ര. തുരുതുര സിഗരറ്റ് വലിക്കുമായിരുന്നു. സ്വർണ്ണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. കണ്ടില്ലേ സഹോദരന്മാരെ, ഇവരെ സമസ്തക്കാർ പേര് നടക്കുന്ന ഇവരെ മഹാന്റെ ഒരു അവസ്ഥ. നിസ്കാരവും നോമ്പും പോലും ഇല്ലാതെ താടി വടിച്ച് കളിയും സ്വർണ്ണം ധരിക്കുകയും അതുപോലെ ഹോട്ടലുകളൊക്കെ പോയി കണ്ട് ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയി. അതൊക്കെ ഈ ബുക്കിൽ എന്നെ എഴുതി വെച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നബിമാർക്കോ സഹാബാക്കൾക്കോ ആർക്കും തന്നെ ലോകം നിയന്ത്രിക്കാനോ അത്തരത്തിലുള്ള ഒരു കഴിവും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നമ്മൾക്ക് ദീൻ എന്താണെന്നുള്ളത് കറക്റ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് വിറ്റേച്ച് പോയിട്ടില്ല എന്നുള്ളത്. അപ്പം മതത്തിൽ പുതുതായിട്ട് കടത്തിക്കൂട്ടുന്ന ഒരു ആചാരവും നിങ്ങൾ സ്വീകരിക്കാതെ, അതൊക്കെ ബിദ്അത്താണ്.